നമുക്കിന്ന് ഫിഷ് നിർവ്വാണ തയ്യാറാക്കിയെടുക്കാം. ഷെഫ് പിള്ള കാണിച്ചിട്ടുള്ള നമുക്ക് ഫിഷ് നിർവ്വാണ അതുപോലെ രീതിയിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കരിമീനാണ്. കരിമീൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത് വെച്ചിട്ട് നാരങ്ങ നീരും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വറക്കുന്നത്. ഷാലോ ഫ്രൈ ഒത്തിരി നേരം വറുത്തെടുത്തിട്ടില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ്, ഒത്തിരി നേരമായിട്ട് വേവിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇനിയും ഈ തേങ്ങാപ്പാലിനകത്തിരുന്ന് കിടന്ന് കുറച്ചുകൂടെ വേകും. അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും വേവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ ഗ്രില്ല് ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇതുപോലെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ഇല ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടെടുത്ത് ഈ മീൻ നമുക്ക് പെറുക്കിയിട്ട് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. മീനിപ്പം നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒത്തിരി വലിപ്പമില്ല, നാല് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത്. നമുക്ക് പല മീനിലും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കരിമീനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഈ തേങ്ങാപ്പാലിൻ്റെ സൈഡിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നിറച്ച് നമുക്ക് കൂടുതൽ ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കണം. ഇഞ്ചി ചെറുതായിട്ടായിരുന്ന ഇഞ്ചി, അതുപോലെ ചോപ്പ് ചെയ്ത പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി തേങ്ങാക്കൊത്ത്, കുറച്ച് ഉപ്പും കൂടെ കേട്ടോ. അതും തേങ്ങാപ്പാലിനകത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പാലിന് മാത്രമായിട്ടുള്ള ഉപ്പ് മതി. നമുക്ക് മീനെല്ലാം ഉപ്പെല്ലാം ചേർക്കുമ്പോൾ ഇതാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ എൻ്റെ ആ തേങ്ങാപ്പാൽ വറ്റി വരണം. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പാലെടുത്ത് ഇങ്ങനെ മണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടും ഒന്ന് പിടിച്ചൊക്കെ കിട്ടും. മീൻ ഒത്തിരി വേവില്ല, നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതും കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കായൽ മീനൊക്കെ ഒരു 7 മിനിറ്റ് വേവിച്ചാൽ മതി എന്നാണ് ഷെഫ് പിള്ളയുടെ അഭിപ്രായത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ ഒത്തിരി നേരമായിട്ട് വെക്കുന്നില്ല, ഒരു 5 മിനിറ്റേ വെക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് മീൻ വേകാൻ വേണ്ടി നമ്മൾ വറുത്തെടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ. ഒന്ന് വറ്റി വരട്ടെ ഇത്. അപ്പം തേങ്ങാപ്പാലൊക്കെ വറ്റി നമ്മുടെ ഫിഷ് നിർവ്വാണ അല്ലെങ്കിൽ കരിമീൻ നിർവ്വാണ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്ലഷൊക്കെയാണ് ഇത് കേട്ടോ. ഒത്തിരി അങ്ങ് മുരിഞ്ഞൊന്നും പോകരുത്, ചിലപ്പോൾ അതിൻ്റെ ഇതങ്ങ് പോകും. ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നല്ല ഗ്രേവിയും അതുപോലെ തന്നെ ഒത്തിരി എരിവൊന്നുമില്ല. നമ്മൾ ഒത്തിരി എരിവൊന്നും ചേർത്തില്ല. വറുത്തപ്പോൾ മാത്രമാണ് മുളക് പൊടിയൊക്കെ ചേർത്തേ ഉള്ളൂ. എന്നാലും ചെറിയ കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലഷ് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം തേങ്ങാപ്പാൽ ഇച്ചിരി കൂടെ കൂടുതൽ ഒഴിച്ച് വേണം ഇത് ചെയ്യാൻ കേട്ടോ.